സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരുവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം സിക്കിമിലെ യാക്തേനാണ്. സിക്കിമിലെ യാക്തേനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. സിക്കിമിലെ യാക്തേൻ. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം സിക്കിമിലെ പാക്യോങ് ജില്ലയിലുള്ള യാക്തേനാണ്. അപ്പൊ യാക്തേൻ ഏത് ജില്ലയിലാണ്? പാക്യോങ് ജില്ലയിലാണ്. സിക്കിമില് പാക്യോങ് ജില്ലയിലാണ് യാക്തേൻ. നോമാഡ് സിക്കിം, നോമാഡ് സിക്കിം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വിദൂര തൊഴിലാളികൾക്ക് ജോലി ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി പ്രാദേശിക കുടുംബങ്ങൾക്ക് വരുമാനം നേടാൻ സഹായിക്കുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. വിദൂര തൊഴിലാളികൾക്ക് ശാന്തമായ പർവ്വത പ്രദേശത്ത് ജോലി ചെയ്യുവാനുള്ള സൗകര്യം നൽകുന്നതിനോടൊപ്പം ഹോം സ്റ്റേകളിലൂടെ പ്രാദേശിക ജനതയ്ക്ക് സ്ഥിര വരുമാനം നേടുവാനും ഈ പദ്ധതി സഹായിക്കുന്നു. പദ്ധതി നോമാഡ് സിക്കിം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏത് എന്ന് ചോദിച്ചാൽ യാക്തേനാണ്. യാക്തേൻ ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. സിക്കിമിലെ ഏത് ജില്ലയിലാണ്? പാക്യോങ് ജില്ലയിലാണ്. പദ്ധതിയുടെ പേര് ഏതാണ്? നോമാഡ് സിക്കിം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്. അടുത്ത ചോദ്യം, യുക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രി, യുക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? യുലിയ സ്വിരിഡെൻകോയാണ്. യുലിയ സ്വിരിഡെൻകോയാണ് യുക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രി. യുലിയ സ്വിരിഡെൻകോ യുക്രൈനിന്റെ ഏത് രാജ്യത്തിൻ്റെതാണ്? യുക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് യുലിയ സ്വിരിഡെൻകോ. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ട്രൈബൽ ജീനോം സീക്വൻസിംഗ്, ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇത് എന്താണ്? ആദിവാസി സമൂഹങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് ജീനോം സീക്വൻസിംഗ് സംരംഭം ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഗോത്രവർഗ വിഭാഗങ്ങളിലെ പാരമ്പര്യ രോഗങ്ങൾ തിരിച്ചറിയുവാനും അവർക്ക് കൃത്യമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുവാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. ട്രൈബൽ ജീനോം സീക്വൻസിംഗ്, ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഗോത്രവർഗ വിഭാഗങ്ങളിലെ പാരമ്പര്യ രോഗങ്ങൾ തിരിച്ചറിയുവാനും അവർക്ക് കൃത്യമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുവാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ട്രൈബൽ ജീനോം സീക്വൻസിംഗ്, ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ആരോടുള്ള ആദര സൂചകമായിട്ടാണ്? ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7, ഓഗസ്റ്റ് 7 കർഷക ദിനം എന്ത് ദിനമായിട്ടാണ്? കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചു. ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ്. അപ്പം ഓഗസ്റ്റ് 7 കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ആരോടുള്ള ആദര സൂചകമായിട്ടാണ് മഹാരാഷ്ട്ര ഓഗസ്റ്റ് 7 കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാലോ MS സ്വാമിനാഥനോടാണ്. MS സ്വാമിനാഥനോടുള്ള ആദര സൂചകമായിട്ട് മഹാരാഷ്ട്ര സംസ്ഥാനം കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7. MS സ്വാമിനാഥൻ ഓഗസ്റ്റ് 7 കർഷക ദിനം, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ആരാണ്? MS സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് എവിടെയാണ്? രാജ്യത്തെ തന്നെ ആദ്യത്തെ ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് കൊച്ചിയിലാണ്. കൊച്ചി. രാജ്യത്തെ തന്നെ ആദ്യത്തെ
ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലാണ് രാജ്യത്തെ ആദ്യത്തെ ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിന്റെ ഐ ബൈ ഇൻഫോ പാർക്ക് എന്ന സംരംഭമാണിത്. മെട്രോ സ്റ്റേഷൻ സമുച്ചയത്തിന്റെ 3 മുതൽ 9 വരെയുള്ള നിലകളിലാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കൊച്ചിയിൽ എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലാണ് രാജ്യത്തെ ആദ്യത്തെ ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിന്റെ ഐ ബൈ ഇൻഫോ പാർക്ക് എന്ന സംരംഭമാണിത്. ഐ ബൈ ഇൻഫോ പാർക്ക് മെട്രോ സ്റ്റേഷൻ സമുച്ചയത്തിന് 3 മുതൽ 9 വരെയുള്ള നിലകളിലാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തെ ആദ്യത്തെ ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. ചിഹ്നഗ്രഹങ്ങളും മറ്റ് ആകാശ വസ്തുക്കളും ഭൂമിക്ക് സൃഷ്ടിക്കുന്ന ഭീഷണിയെപ്പറ്റി ബോധവൽക്കരണത്തിനായിട്ട് 2029 ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് ആയിട്ട് UN പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം 2029 ഏത് വർഷമായിട്ടാണ് UN ആചരിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ്. അപ്പോൾ അന്താരാഷ്ട്ര ആസ്ട്രോണിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അശ്വിൻ ശേഖർ ആണ്. ഈ ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക. 2029 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ്. അടുത്ത ചോദ്യം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായത് ആരാണ്? സൊണാലി മിശ്ര. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായത് ആരാണ്? സൊണാലി മിശ്ര. അടുത്ത ചോദ്യം, ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ അഭിജിത്ത് സേത്ത്. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? അഭിജിത്ത് സേത്ത്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ആരാണ്? നിതിൻ ഗുപ്ത. LICയുടെ പുതിയ CEO ആരാണ്? ആർദ്വരൈ സാമിയാണ് LICയുടെ പുതിയ CEO. LICയുടെ പുതിയ CEO ആരാണ്? ആർദ്വരൈ സാമി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതായത് ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് ആര്? പ്രൊഫസർ ഉമാ കാഞ്ഞിലാലാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് പ്രൊഫസർ ഉമാ കാഞ്ഞിലാൽ. ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായിട്ട് നിയമിതയായത് സൊണാലി മിശ്ര. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ അഭിജിത്ത് സേത്ത്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ നിതിൻ ഗുപ്ത. LICയുടെ പുതിയ CEO ആർദ്വരൈ സാമി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് ആരാണ്? പ്രൊഫസർ ഉമാ കാഞ്ഞിലാൽ ആണ്.
കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു ആണ്. സംവിധായകൻ കെ മധു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? കെ മധു. സംവിധായകൻ കെ മധു. പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മേഘാലയയിലെ മോസിൻഡ്രാമിലാണ്. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മേഘാലയയിലെ മോസിൻഡ്രാം. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മോസിൻഡ്രാം ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? മോസിൻഡ്രാം ആണ്. അപ്പൊ ലോകത്തിലെ തന്നെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മോസിൻഡ്രാമിലാണ്. മേഘാലയയിലെ മോസിൻഡ്രാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? മോസിൻഡ്രാം ആണ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തിരഞ്ഞെടുത്തത് SBI ആണ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തിരഞ്ഞെടുത്തത് SBI ആണ്. SBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. SBIയുടെ ആസ്ഥാനം മുംബൈ. SBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? CS ഷെട്ടി ആണ്. SBIയുടെ ആസ്ഥാനം മുംബൈ, നിലവിലെ ചെയർമാൻ CS ഷെട്ടി. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത? കേരളത്തിൽ ആദ്യമായിട്ട് കവച് സുരക്ഷാ സംവിധാനം എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ. ഇനി കവച് സുരക്ഷാ സംവിധാനം എന്താണ്? കവച് സുരക്ഷാ സംവിധാനം ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുവാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുവാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ഇനി റെയിൽവേ സോണിന്റെ കേരളം ഏത് റെയിൽവേ സോണിലാണ് വരുന്നത്? ദക്ഷിണ റെയിൽവേയിലാണ്. ഏത് റെയിൽവേ സോണിന്റെ കീഴിലാണ് കേരളം ഉൾപ്പെടുന്നത്? ദക്ഷിണ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഈ ഒരു പോയിന്റ്സും കൂടി ഇതിനൊപ്പം നോട്ട് ചെയ്ത് വെക്കുക. കേരളം വരുന്നത് ദക്ഷിണ റെയിൽവേയുടെ കീഴിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ ആണ്. അടുത്ത ചോദ്യം, പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനം? പഞ്ചസാര ബോർഡ് ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്ര. പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരം അബുദാബിയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം അബുദാബി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോ? അൻഡോറയാണ്. യൂറോപ്പില് അൻഡോറയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. യൂറോപ്പില് അൻഡോറ. ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോ? അഹമ്മദാബാദ് ആണ്. ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഹമ്മദാബാദ് ആണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം അബുദാബിയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം അൻഡോറയാണ്.
ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഹമ്മദാബാദ് ആണ്. അടുത്തൊരു ചോദ്യം, 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ, ഏകാന്തവേദിയിലെ അവധൂതൻ, കർമ്മഗതി, സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം, നാരായണ ഗുരു എന്നിവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ആശാൻ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ദേശാഭിമാനി പുരസ്കാരം മുതലായ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1987 എറണാകുളം മണ്ഡലത്തിൽ നിന്നും MLA ആയിട്ട് നിയമസഭയിലെത്തി. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ചു. വ്യക്തിയെ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തി ആരാണ്? മംഗലത്ത് കേശവൻ സാനു. മംഗലത്ത് കേശവൻ സാനു. എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്? ഈ പോയിന്റ്സ് എല്ലാം തന്നെ നോട്ട് ചെയ്യണം. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു. ആരാണ്? ആലപ്പുഴയിലെ തുമ്പോളിയിൽ മംഗലത്ത് കേശവൻ സാനു. മംഗലത്ത് കേശവൻ സാനു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ബഷീർ, ഏകാന്തവീതിയിലെ അവധൂതൻ. കർമ്മഗതി. കർമ്മഗതി എന്നത് ആത്മകഥയാണ്. സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയകഥയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി എന്നിവയാണ് പ്രധാന കൃതികൾ. ഈ കൃതികളെല്ലാം ആരുടേതാണ്? സാനുവിൻ്റെതാണ്. ഏതൊക്കെയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ, ഏകാന്തവീതിയിലെ അവധൂതൻ, കർമ്മഗതി. കർമ്മഗതി ആത്മകഥയാണ്. സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി. മോഹൻലാൽ അഭിനയകഥയിലെ ഇതിഹാസം ആരുടെ കൃതിയാണ്? സാനുവിൻ്റെ കൃതിയാണ്. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1985, വയലാർ അവാർഡ് 1992, ആശാൻ അവാർഡ് 1994, എഴുത്തച്ഛൻ പുരസ്കാരം 2013, ദേശാഭിമാനി പുരസ്കാരം 2023 മുതലായ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1987 എറണാകുളം മണ്ഡലത്തിൽ നിന്നും MLA ആയിട്ട് നിയമസഭയിലെത്തി. എറണാകുളം മണ്ഡലം 1987. 2025 ഓഗസ്റ്റ് 2 മരിച്ചു. ആരാണ്? മംഗലത്ത് കേശവൻ സാനു. MK സാനു.